Hey guys, welcome to Jokes Vlogs. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എമിൽ നമ്മളെ എപ്പിസോഡ് 3 ഞങ്ങൾ വളരെ ഗംഭീരമായ 2 പോഡ്കാസ്റ്റ് എപ്പിസോഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പം ആ രണ്ടെണ്ണത്തിന് ഭയങ്കര ഗംഭീര അഭിപ്രായ ഓഡിയൻസിൻ്റെതല്ല, ഞങ്ങളുടെ വീട്ടുകാരുടെ ആയിരുന്നാലും ഫ്രണ്ട്സിൻ്റെ ആയിരുന്നാലും അങ്ങനെ ഭയങ്കര അഭിപ്രായമാണ്. അപ്പൊ നമ്മുടെ അന്ന് ഒരു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യാദവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. യാദവ് നമ്മളുടെ ഒരു പോഡ്കാസ്റ്റിന്റെ ഭാഗമായി. അപ്പൊ ഇതില് ഇനിയും ഒരുപാട് പേരുണ്ട്. ഇവിടെ തന്നെ ഇപ്പൊ 3-4 പേരെ ആയിട്ടുള്ളൂ. അപ്പൊ നമ്മള് ഇന്നത്തെ പോഡ്കാസ്റ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഒരു കൂട്ടുകാരുണ്ട്, അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതാരെന്നൊക്കെ നമ്മൾ ഹോസ്റ്റ് ചെയ്യണം. അപ്പൊ പറയുന്ന ഇനി വിളിക്കുമ്പോൾ ആളെ കുറിച്ച് നമ്മള് കൂടുതൽ അങ്ങനെ പറഞ്ഞ് പൊലിപ്പിക്കണമെന്നില്ല. ആളെ വിളിച്ച് നമുക്ക് നേരിട്ട് നമുക്ക് ചോദിച്ചാൽ കാര്യങ്ങള്. അപ്പൊ ലെറ്റ്സ് വെൽക്കം സെബിൻ. ഗസ്റ്റ് സീറ്റ് കൊടുക്കാം. ഗസ്റ്റ് സീറ്റ് കൊടുക്കാം. സെബിൻ ഇൻട്രോഡ്യൂസ് യുവർസെൽഫ്. എന്റെ വീട് ഇടുക്കിയിലാണ്. എന്റെ പേര് സെബിൻ എന്നാണ്. ഇവന്റെ വീടിന്റെ അടുത്ത് ഒരു 10-15 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഇവനെ പരിചയപ്പെടുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എൻട്രി തലേന്ന് വൈകിട്ട് വന്ന് ഇവൻ പിറ്റേ അങ്ങനെയല്ല, ഞാൻ അടുത്ത വന്നപ്പോ തൊട്ടുള്ള കാര്യം. ഓക്കെ, എന്റെ പേര് സെബിൻ സാജു. വീട് ഇടുക്കിയിലാണ് പറഞ്ഞു. അച്ഛൻ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നു. അമ്മ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വീട്ടിലുണ്ട്. ചേട്ടൻ സെമിനാരി പഠിക്കുക, ഇപ്പം 5 വർഷം കഴിഞ്ഞു. അത്ര പേര്. പിന്നെ വല്യമ്മ ഉണ്ട് വീട്ടിൽ. അത്ര പേര്. ഞങ്ങളുടെ വീട്ടിൽ അത്ര പേരാണ്. പിന്നെ ചേട്ടനായിട്ട് എങ്ങനെയാണ്? ചേട്ടനാണല്ലോ, നമുക്കാർക്കും ചേട്ടനില്ലല്ലോ. നിനക്ക് ചേട്ടനായിട്ട് എങ്ങനെയാണ് നീ? ചേട്ടൻ എന്ന് പറഞ്ഞാൽ പണ്ട് ഞങ്ങള് ഭയങ്കര അടിയായിരുന്നു. അപ്പം പണ്ട് ഞങ്ങൾ ഭയങ്കര അടിയായിരുന്നു. എന്താ PVC ഒക്കെ എടുത്ത് എന്റെ കണ്ണിൽ കുത്തിയിട്ടുണ്ട്. പിന്നെ ഫുൾ ടൈം അടിയായിരുന്നു. എപ്പൊ നോക്കിയാലും അമ്മയ്ക്ക് ഞങ്ങൾ തെറി പറയാൻ മാത്രം നേരമുള്ളായിരുന്നു. പിന്നെ ഇപ്പം വന്ന് വല്ലപ്പോഴൊക്കെ കാണാറുള്ളൂ. അവധിക്കൊക്കെ വന്നാലേ കാണാറുള്ളൂ. ഇത്രയും കാലം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എവിടെയാണ് നമ്മൾ റിവീൽ ചെയ്തിട്ടില്ല. നമ്മള് ഇപ്പൊ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്താണ് ഞങ്ങൾ എല്ലാവരും സ്റ്റേ ചെയ്യുന്നത്. അപ്പം കൊല്ലത്തോട്ട് വരാനുള്ള കാരണം സത്യം പറഞ്ഞാ എന്നെ പറ്റിച്ചു. ഞാൻ കുറെ പേരുടെ ഇങ്ങനെ ചോദിച്ചായിരുന്നു. എന്റെ ഒരു കസിൻ ഇവിടെ TK കോളേജിൽ പഠിക്കുന്നുണ്ട്, ബിബി എന്നാ പേര്. അപ്പം അവന്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോ മല ഇടുന്ന സ്ഥലമാണ്, എല്ലാം സെറ്റ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആ ചതി നമുക്ക് മനസ്സിലായത്. പിന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തൊക്കെ പോവാ. കൊല്ലത്തിൽ പറയുന്നതാ. കൊല്ലം മോശമെന്നല്ല പറഞ്ഞത്. കൊല്ലം ഒന്നും ഇല്ല. ഒരു അടി ഉണ്ടാക്കുന്നതാണ്. ചോദിച്ചു അത്രേ ഉള്ളൂ. നീ കൊല്ലത്ത് വന്നത് എന്താണ് ചെയ്യുന്നതെന്ന് കൂടെ പറഞ്ഞു. ഞാനിപ്പം BSc മാത്സ് സെക്കൻഡ് ഇയർ പഠിക്കുക. ഇവിടെ ഫാത്തിമ മദ നാഷണൽ കോളേജിലാണ് പഠിക്കുന്നത്. സഞ്ജു, നിനക്ക് എന്താ ചോദിക്കാം? ഞാൻ വന്ന ടൈമിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, നീ ഭയങ്കരമായിട്ട് സ്പോർട്സിനെ ഈ ഡെയിലി പ്രാക്ടീസും ഇപ്പൊ കാണുന്നില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സമയം കിട്ടുന്നില്ല. അതായത് പഠിത്തത്തിന്റെ തിരക്ക്. അടുത്ത ഓട്ടോണമസ് ആയതുകൊണ്ട് എല്ലാ സ്പീഡിൽ പോകും. അപ്പം ഒന്നിലായിട്ട് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നമ്മളെപ്പോഴും കഴിവുള്ള പിള്ളേരെ ഇവൻ നമ്മൾ യാദവനെ പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്നതാണ്. ഇപ്പൊ ഒരു ദിവസം കോളേജിൽ പോയി കഴിഞ്ഞാൽ ഒരു 10 സ്റ്റോറി ഇട്ടിരിക്കും. ഞാൻ യോജിക്കുന്നു, ആ കാര്യത്തോട് യോജിക്കുന്നു. കോളേജിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം. കോളേജ് പുതുതായി ചേരുന്ന പിള്ളേർക്ക് കൊടുക്കാവുന്ന ഒരു അഡ്വൈസ്. നിങ്ങൾക്ക് കോളേജിലാണ് വരണ്ടെങ്കിൽ ആ കോളേജിൽ പോയാൽ ഞാൻ ഒരിക്കലും പറയുന്നത്. കോളേജ് നിങ്ങൾക്ക് സ്കൂളിന്റെ ബാക്കിയായിട്ട് പഠിക്കാം. CBSE സ്കൂളിന്റെ ബാക്കിയായിട്ട് വേണമെങ്കിൽ അവിടെ പോയി പഠിക്കാം. പിന്നെ ഇപ്പൊ കുറച്ച് മെച്ചപ്പെട്ട് വരുന്നുണ്ട്. വന്ന സമയത്തിനേക്കാളും നല്ല ബെറ്റർ ആയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങാറാകുമ്പോ എപ്പോഴും കോളേജ് നമ്മൾ പഠിച്ചോണ്ടിരിക്കുമ്പോ കിടില ഇറങ്ങി കഴിയാറാകും. നല്ല കളിക്കുന്നതിന് തൊട്ട് മുമ്പ് കോളേജ് വികസനമായിരിക്കും. സത്യം.
അപ്പൊ യാദവ് എന്തെങ്കിലും ഇതുവരെ മിണ്ടാണ്ടിരിക്കണം. യാദവ് ഗസ്റ്റ് എന്തെങ്കിലും ചോദിക്കാം. ചോദിക്കണ്ടേ? ഏറ്റവും ഇഷ്ടമുള്ള മന്തി പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ വേണ്ടി എന്തേലും ഫണ്ണി ക്യാരക്ടർ അല്ല, അറിയാലോ. കഴിഞ്ഞ എപ്പിസോഡ് കണ്ട് എല്ലാരും ചിരിച്ചു. എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ നിനക്ക് ഇപ്പൊ ഒരു 3 വർഷമായി സെബിനെ കണ്ടിട്ട്. ഇജ്ജാതി യൂണിറ്റ്. അപ്പം എത്രയും കാര്യങ്ങൾ നിനക്ക് സെബിന് ഇഷ്ടപ്പെട്ടു, അല്ലെ ചോദിക്കാൻ തോന്നി എന്തെങ്കിലും കാര്യം അതിലേക്കൊന്നും നമ്മളെ പെരുത്ത് എനിക്ക് പറയണം എനിക്കിതിലൂടെ പറയാൻ ചോദിച്ചേ എന്തെങ്കിലും. അന്ന് വേണ്ട. ഹോസ്റ്റലിൽ നമ്മളിപ്പോ നിൽക്കുന്ന ഹോസ്റ്റലിലാന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ പറയാം, നമ്മുടെ ഹോസ്റ്റലാണ്. ഹോസ്റ്റലിനെ കുറിച്ച് എനിക്ക് എന്താ പറയാറുള്ളത്? പെട്ടെന്ന് ഞാൻ വീട്ടിൽ നിന്ന് മാറി ഹോസ്റ്റലിലേക്ക് മാറുമ്പോൾ ഒരു ഫസ്റ്റ് ടൈം ആണ് വരുന്നത് ഹോസ്റ്റലിലോട്ട്. നിനക്ക് ആ ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? ഭയങ്കര ഡള്ളായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞ. വന്ന ദിവസം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആരായിരുന്നു ഞെട്ടും. അച്ഛനമ്മയായിട്ട് കയറി ഇവിടെ ചാരി നിന്ന് ഫസ്റ്റ് ദിവസം അന്ന് ഭയങ്കര ഡള്ളായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സ്ഥലമൊന്നും വലിയ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ കണ്ടത് നല്ലൊരു ക്യാരക്ടറാണ്. നമ്മള് പണ്ണായിട്ട് നമുക്ക് ആ ഒരു പണ്ണ് മനസ്സിലാവും. PSC SSC പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം അഖിൽ രാജിനെ ആദ്യമേ കണ്ടത്. അത് പിന്നെ ഇവിടെ വന്നപ്പോ നമ്മുടെ അനന്ത് ചേട്ടാ ഇല്ലേ, കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി നല്ല കമ്പനിയായിരുന്നു. അന്ന സമയത്ത് തന്നെ പുള്ളി പഠിച്ചോണ്ടിരിക്കുന്നു പഠിപ്പി. പിന്നെ പിന്നെ എനിക്ക് അങ്ങനെ വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെല്ലാം പരിചയപ്പെട്ട് വന്നപ്പം ഇപ്പോഴും എനിക്ക് ഇഷ്ടമൊന്നുമല്ല. ഞാൻ ഇടയ്ക്ക് മാറാനൊക്കെ നോക്കിയായിരുന്നു. പിന്നെ ഞാൻ ഇവന്റെ അടുത്ത് ചോദിച്ചു നല്ല ഹോസ്റ്റലിലോട്ട് നീ വരുന്നുണ്ടോ അബിയുടെ അടുത്ത് ചോദിച്ചായിരുന്നു. പിന്നെ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ആക്ച്വലി കൊട്ടാരക്കര ഒരു ഹോസ്റ്റൽ എടുത്തയാ. എന്തോ വേണ്ട പേടിച്ചിട്ട് ഇടുക്കിന്ന് വന്ന് കൊല്ലത്ത് നിന്ന് കൊട്ടാരക്കര. ഞാൻ കൊല്ലത്ത് തന്നെ പഠിച്ചത്. സ്ഥലത്തിനെ കുറിച്ച് പറയും കുറച്ച്. ഈ സ്ഥലം അതോ കൊല്ലത്തെ കുറിച്ച്? ഞാൻ ചോദിച്ചിട്ടില്ല. ഈ ഹോസ്റ്റലിൽ വന്നില്ല. ഈ ഹോസ്റ്റലിലുള്ള ഫ്രണ്ട്സിനെ പറ്റി പറഞ്ഞു. ഇവിടെ ഉള്ളവരെ പറ്റി ഇവിടെ എനിക്ക് തന്നെ ആദ്യമേ ആരെയും പരിചയപ്പെടുന്നത്. ആദ്യമേ ഇവനെ തന്നെ പരിചയപ്പെടുന്നത്. ഇവനെ പറ്റി എന്താണ് പറയുന്നത്? കണ്ടപ്പോ ഞാൻ നല്ല മാന്യനാണ്. പിന്നെ മനസ്സിലായി പറയുന്നില്ല. പിന്നെ അങ്ങനെ അവനായിട്ട് കമ്പനിയായി. ഞങ്ങൾ ആദ്യമേ ഇവിടെ പുറത്ത് എവിടെയോ പോയി കോളേജ് ജംഗ്ഷനിൽ പോയി ഫുഡൊക്കെ അടിച്ച് അപ്പളെ മനസ്സിലായി ഇപ്പോഴും ഇങ്ങനെ പോകുന്നു. പിന്നെ ആരെയാ ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞു. അബീനെ പരിചയപ്പെടുന്ന പറഞ്ഞാൽ കുളിക്കാൻ പോകുന്ന സമയത്ത് ചോദിച്ചോട് ഇങ്ങനെ കേറാൻ നേരത്ത് അവിടെ വരുത്തിട്ട് അവന്റെ വീട്ടിലാരൊക്കെ ഉണ്ട് എങ്ങനെ പറഞ്ഞ പോലെ പരിചയപ്പെട്ട് അങ്ങനെ പുള്ളീനെ പറ്റി ഞാൻ മനസ്സിലാക്കി കാര്യം പറഞ്ഞാൽ പുള്ളി ഫുഡിയാണ് മെയിനായിട്ട് ഫുഡിയാണ്. ഇവിടെ ഏത് സ്പോട്ട് ചോദിച്ചാലും പുള്ളിക്ക് ഫുഡിന്റെ കാര്യം എല്ലാം പുള്ളി കൃത്യമായിട്ട് അറിയാം. എന്നിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് മന്തി ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ മന്തി കഴിക്കാം. പുള്ളി എന്നെ പറഞ്ഞു കഴിപ്പിച്ചല്ല, ഞാൻ മന്തി കഴിക്കത്തില്ലായിരുന്നു. എന്തുവാ മന്തി എന്ന് പറഞ്ഞു. എനിക്ക് തുടക്കം ഇട്ട് കൊടുത്ത ആള് പോസ്റ്റ് അഭിരാമം. വേറെ ആളുടെ ഒരു ക്യാമറയ്ക്ക് പുറകിലാണ്. അതിന്റെ അവസാനം കാണിച്ചുതരാം. പിന്നെ യാദവിനെ എപ്പോഴാ പരിചയപ്പെട്ടത്? നമ്മളിവിടെ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിക്കാൻ എന്ത് സാധനം ഇപ്പൊ പെൻസിൽ സ്കെയിൽ അതുപോലുള്ള സാധനം എല്ലാം യാദവിന്റെ. കാര്യം ഇയാള് തുടക്കത്തിൽ പറഞ്ഞു ഇതുപോലെ. ഇയാള് തുടക്കത്തിൽ പറഞ്ഞു വന്ന് കയറിയപ്പോ ഒരു പഠിപ്പിച്ച എണ്ണയെ കണ്ടേന്ന്. ഇയാൾ അതുക്കും മേലെ പഠിപ്പിക്കുക. ഈ ഡിസിപ്ലിൻ എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ടൈം 24/7 പഠിക്കും. അതല്ല ക്ലാസ് ട്യൂഷൻ കഴിഞ്ഞ് ഇവിടെ വന്ന് രാത്രി ട്യൂഷൻ അന്നെ പഠിക്കാറുണ്ട്. നമുക്ക് എന്തായാലും ചെയ്തേ പറ്റൂ. അതിന്റെ പറയാൻ പോകും. പിന്നത്തേക്ക് വെക്കത്തില്ല, അപ്പത്തേക്കുള്ള അപ്പഴേ അല്ലെങ്കിൽ അങ്ങനെ
എമിലേട്ടൻ എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഇവിടെ ചേട്ടന്റെ സ്ഥാനമാണ് ഇവിടെ വന്നപ്പം അവിടെ 3 പേരുണ്ടായിരുന്നു. ശബരി ചേട്ടൻ, പിന്നെ ശ്രീദേവ്, എമിലേട്ടൻ. വന്ന സമയത്ത് പറഞ്ഞാൽ ഇവര് ശ്രീദേവേട്ടനും എമിലേട്ടനും ഭയങ്കര അടിയിലൊരു സ്നേഹമുണ്ട്, അതാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോ ശ്രീദേവേട്ടൻ പോയി. പിന്നെ ഇവരും ശ്രീദേവേട്ടന്റെ സ്ഥാനം പഠിച്ച് ഇവൻ പിന്നെ ഇവര് ഭയങ്കര അടി. എപ്പോ കണ്ടാലും അവര് രണ്ടുപേരും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ശബരി ചേട്ടനും ശ്രീദേവേട്ടനും. അത് ഈ സമയത്ത് നമുക്ക് അവർക്ക് സ്മരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി ചോദ്യങ്ങൾ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാൻ അടുത്ത്. നേരത്തെ ചോദിച്ചില്ലേ സ്പോർട്സിന്റെ കാര്യം, നമുക്ക് സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണോ? എനിക്ക് ഫുട്ബോളും പിന്നെ അത്ലറ്റിക്സ് കുറച്ച് ഇഷ്ടമാണ്. ISL ഒക്കെ കുത്തിയിരുന്ന് കാണുന്നുണ്ട്. കേരളത്തിന്റെ കളി മിക്കവാറും പിന്നെ നല്ല ടീം നമ്മുടെ ATK, പിന്നെ മുംബൈ സിറ്റി, അതുപോലുള്ള നല്ല കളിയൊക്കെ വരുമ്പോൾ നല്ലതായിരുന്നു കാണാൻ. ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാ? ISL അതോ ISL ആരാ? അൽവിണം. ഇപ്പൊ ഭയങ്കര മൂവി ലോകാ. ഇത് എങ്ങനെ സാധിക്കുന്നത്? ഒരു ദിവസം കൊണ്ട് വേണേ 2 സീസൺ കണ്ടു നോക്കുന്ന ഒരാളാണ്. സത്യം പറയാ, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സീരീസ് ഞാൻ ഇംഗ്ലീഷ് സീരീസ് അതാ നീ എപ്പോഴാ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കണ്ടു തീർത്തത്? നമ്മൾ ആദ്യം പറയുന്നത് തള്ള, വെറും തള്ള. 2 ദിവസം കണ്ടു തീർത്തത്. ഡാർക്ക് കുറച്ചല്ലേ ഉള്ളൂ, 10 കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ ചോറ് കഴിച്ചത് മുട്ട കഴിച്ചില്ലേ? കൊല്ലത്ത് ഇഷ്ടപ്പെട്ട എന്റെ ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ കൊല്ലത്ത് ഏറ്റവും നിനക്ക് പോകണ്ട ഇവിടെ പിടിച്ചു നിർത്തി ഏതെങ്കിലും പോകാതിരിക്കാൻ കാരണം എന്താ പറഞ്ഞാൽ നിങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് മാറിയത്. പൈസ അപ്പൊ ചോദ്യം നമുക്ക് ഇനി ക്യാമറയുടെ പിന്നെയുള്ള ഒരാളൂടെ ഉണ്ട്, അയാളെ കൂടെ വിളിച്ചിട്ട് അല്ല അധികം ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം, ആളുണ്ട് നമ്മളറിയാം. സിമ്പിൾ മാൻ കണ്ടില്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞ ആള് വന്നിരിക്കുന്നുണ്ട്. ഷൈനസ് നമ്മൾ മാറ്റും അല്ലെ, എല്ലാവരുടെയും നമ്മൾ മാറ്റും. ആദ്യം എല്ലാവർക്കും ഒരു ഇതുണ്ടായിരിക്കും, നമ്മളത് മാറ്റും അല്ലെ, മാറും. നമുക്ക് അവസാനം ഒരു പാട്ട് കഴിഞ്ഞ പിന്നെ നമ്മൾ തുടങ്ങി വെച്ചിട്ട് പാട്ട് പാടി നമ്മൾ ഈ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കുക എന്നുള്ളത്. സെബിൻ തന്നെ ഒരു പാട്ട് ഒരു പാട്ട് പറയും, പാട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പാടാം. ഞാനും നീ കൊട്ടില്ലേ? ലിറിക്സ് അറിയോ? ഇല്ല, പാടാ. 1 2 3 സ്റ്റാർട്ട്. ഞാനും എന്നാളും 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഞാനും എന്നാളും 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണേ ആ കുപ്പായക്കാരി പകരം പൊക്കി ഞാനൊന്ന് നോക്കി അവൾ എന്നെയും നോക്കി. 40 പേരും ശിഷ്യന്മാർ
എല്ലാരും ഒന്നിച്ചു നോക്കി. ഞാനും എന്താളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. പൂമരം കൊണ്ട്. അപ്പൊ ഗായ്സ് നമ്മൾ ഈ വീഡിയോ നിർത്താണ്. അപ്പൊ